നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിൽ അന്വേഷണം തുടങ്ങി. പത്മകുമാറിൽ തന്നെ അവസാനിക്കുന്ന തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന വിമർശനവുമായി സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് ഉടൻ തന്നെ പോകേണ്ടതായിട്ടുണ്ട് എന്നും ഉന്നതരിലേക്ക് അല്ലെങ്കിൽ പിന്നിലുള്ള മറ്റുള്ളവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മലയാളി വാർത്തയോട് അദ്ദേഹം പ്രതികരിച്ചതിൽ ആ പ്രതികരണത്തിലേക്ക്. ഇപ്പോ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയ വിഷയമാണ്. അപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സാറിന്റെ ഒരു വിലയിരുത്തൽ? അറസ്റ്റുകൾ ഉണ്ടാവും എന്നിങ്ങനെ പറയുന്നു. അനന്തമായിട്ട് നീണ്ടുപോവുകയല്ലേ അത്. വാസ്തവത്തിൽ SITയുടെ കാലാവധിയും കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന പ്രധാനപ്പെട്ട നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരുടെ അറസ്റ്റുകൾ ഒന്നും കഴിഞ്ഞിട്ടില്ല. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ 2019 ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു. അറസ്റ്റ് അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ആ തരത്തിലാണ് നിലപാട്. അതാണ് വളരെയധികം സംശയം ഉണ്ടാക്കുന്നതും SITയുടെ ആ എഫിഷ്യൻസിയെ പറ്റിയുള്ള സംശയങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു പരുവത്തിൽ നിന്ന് തടശിലയിൽ തട്ടിയ നദി എന്നതുപോലെ തടഞ്ഞു നിർത്തപ്പെട്ടിരിക്കുകയാണ് ഈ അന്വേഷണത്തിന്റെ ഒഴുക്ക്. എന്ന് മാത്രമല്ല, ആ അന്വേഷണത്തിന്റെ ഒഴുക്ക് വളരെ മന്ദഗതിയിലുമാണ്. ഇതെല്ലാവരും നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ കോടതി ഇതിൽ തൃപ്തരാണ് എന്ന് കോടതി അറിയുന്നതായിട്ടാണ് പറയുന്നതായിട്ടുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പക്ഷേ വളരെ അതൃപ്തികരമാണെന്നാണ് മാധ്യമ ചർച്ചകളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതും. ഇതിനെക്കുറിച്ച് അറിയാവുന്ന പഴയ ശബരിമല കമ്മീഷണറായിരുന്ന IPS ഉദ്യോഗസ്ഥൻ പറയുന്നതും. അവിടെ നടക്കുന്നത് നമ്മൾ കാണുന്നത് വെറും അതിന്റെ ഒരു വലിയ ഒരു ഹിമപാളിയുടെ ഉപരിതലം മാത്രമാണ്. അതിന്റെ ആഴങ്ങളിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ, അഴിമതികൾ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര ലേല, അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആന്റിക് പ്രോപ്പർട്ടി കള്ളക്കടത്ത്, ഇതുമായിട്ടൊക്കെ ഉള്ള മാനങ്ങൾ അതിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിലൊക്കെ താല്പര്യം ജനിക്കുന്നതും എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ അന്വേഷണങ്ങളിലൂടെ മാത്രമേ, അതിലുള്ള സംശയങ്ങൾ മാത്രമാണതെങ്കിൽ അത് ദൂരീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോ ഈ സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഞാൻ പറയുന്ന അറസ്റ്റുകളല്ല, കൂടുതൽ അന്വേഷണങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന പരിപാടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ, എപ്പോഴും അങ്ങനെയാണ്, ഈ ചോദ്യം ചെയ്യലിലൂടെയാണ് കൂടുതൽ തെളിവുകൾ നമുക്ക് പുറത്തു കിട്ടുക. അപ്പോ അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോ പത്മകുമാറിൽ ആരംഭിച്ച് പത്മകുമാറിൽ അവസാനിച്ചിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഒരു കീ എലിമെന്റ് ആയിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടും മുൻ MLA ആയിട്ടും ഒക്കെ ഇരുന്ന ഒരു കീ പോസ്റ്റിൽ ഇരുന്നിട്ടുള്ള ആളെന്നുള്ള നിലയിൽ അതൊരു നല്ല ക്യാച്ച് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്കും കൂടി പോകേണ്ട മാനങ്ങൾ ഇതിനുണ്ടെന്ന് പറയുമ്പോൾ ഒരു MLA മാത്രം ഒതുങ്ങുന്നതല്ല രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇതിലുള്ള പങ്ക് എന്ന് നമുക്ക് വ്യക്തമായിട്ടും അത് അംഗീകരിച്ചേ മതിയാവും. അത് അങ്ങോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളിൽ സംശയം ഉത്പാദിപ്പിക്കുന്ന മറ്റൊന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവായിട്ടുള്ള പത്മകുമാർ, അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള ഒരു നടപടിയും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും തടി തപ്പാനുമാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ തീർച്ചയായിട്ടും വളരെ സംശയം ഉളവാക്കുന്നതാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റുകൾ നടത്താത്തത് എന്നുണ്ടെങ്കിൽ, ഈ ഭാഗത്തുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്ന് കഴിയുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നാളെ കസ്റ്റഡിയിലെടുത്ത്, അറസ്റ്റെന്ന് ഞാൻ പറയുന്നില്ല, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ദിവസത്തിന് വേണ്ടിയാണ് അവർ കാത്തിരുന്നതെങ്കിൽ എന്തായാലും അന്വേഷണത്തിന്റെ മാനം അങ്ങോട്ട് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. കാരണം സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ആന്റിക് മേർച്ചന്റുമായിട്ട് ഇവർക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് കോടതി തന്നെയാണ്, അല്ലേ? കോടതി തന്നെയാണ് ഇത് പറഞ്ഞത്. കോടതി തന്നെയാണ് ആദ്യമായിട്ട് ആ ചോദ്യം ഉന്നയിച്ചതും സംശയം പ്രകടിപ്പിച്ചതും. അപ്പൊ കോടതിക്ക് ഇങ്ങനെ നിരീക്ഷിക്കാനേ കഴിയൂ. അന്വേഷണം നടത്തേണ്ടത് ആരാണ്? കോടതി തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന SIT ആണ്. ഗവൺമെന്റ് അല്ല അദ്ദേഹത്തെ SITയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കോടതി തന്നെയാണ്. അതാണ് ഈ കേസിന്റെ ഒരു പ്രത്യേകത. അപ്പൊ കോടതിക്ക് തന്നെ അതിന് ഉത്തരവ് നൽകാൻ പറ്റൂ, ഗവൺമെന്റിന് അല്ല പറ്റുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ അവശേഷിക്കുകയാണ്.
എന്ന് മാത്രമല്ല പത്മകുമാറിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന് ഈ ദ്വാരപാലക പാളികളില് നടന്ന കള്ളക്കടത്തിനും ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇതില് ഞാൻ പറയും, ഇപ്പം കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് നിരപരാധിയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് 2019 സന്നിധാനത്ത് നിന്ന് ഈ പ്രോപ്പർട്ടികൾ കടത്തിക്കൊണ്ടുപോകുവാൻ ആരാണ് അനുവാദം കൊടുത്തത്? തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് മന്ത്രിയുടെ അനുവാദമില്ലാതെ ശബരിമലയിൽ നിന്ന് ഇത് കടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ശബരിമല മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ എല്ലാവിധമായിട്ടുള്ള അറ്റകുറ്റപ്പണികളും നടത്തേണ്ടതും നിർവഹിക്കേണ്ടതും ശബരിമല സന്നിധാനത്ത് തന്നെയാണ്. അപ്പൊ ചോദ്യം ചെയ്തതിൽ തന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എവിടേക്കും കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ദേവഹിതമനുസരിച്ചുള്ള അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതും കൂടാതെ PS പ്രശാന്തിനെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തതെന്നൊരു ചോദ്യം കൂടി വരുന്നു. കാരണം ഇതൊക്കെ നിലവിലിരിക്കെ, ഈ നിയമങ്ങളൊക്കെ നിലവിലിരിക്കെ ആ പ്രശാന്തിന്റെ കാലത്ത് തന്നെയാണ് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം നൽകുകയും അത് വേഗം വേണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഇതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ്. അപ്പൊ എന്തുകൊണ്ട് ഒന്നുകിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഈ ചോദ്യങ്ങളൊക്കെ വലിയ ചോദ്യങ്ങളായിട്ട് തന്നെ, നിസ്സാര ചോദ്യങ്ങളല്ല, വളരെ യുക്തിഭദ്രമായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് തന്നെ പബ്ലിക് ഡൊമൈനിൽ, അതായത് പൊതുമണ്ഡലത്തിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് അങ്ങോട്ട് പോകുന്നില്ല, ചോദ്യം ചെയ്യലിന്റെ ശൃംഖല അങ്ങോട്ട് നീങ്ങുന്നില്ലെന്നുള്ളത് തീർച്ചയായിട്ടും സംശയം, പൊതുജനങ്ങളുടെ സംശയം, ഇത് പൊതുജനങ്ങളുടെ ആണല്ലോ. കാരണം ജാതി മത രഹിതമായ സർവമത നിരപേക്ഷമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ. അപ്പോ ഇത് കോടതിക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ, അതൊക്കെ ദശലക്ഷങ്ങൾക്കും അതിന്റെ ശബരിമല അയ്യപ്പന്റെ ആരാധകർക്കും ദർശനം നടത്താൻ പോകുന്നവർക്കും എല്ലാം ബോധ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ആ ബോധ്യം ഇതുവരെ ഉണ്ടാകാൻ ഉള്ള തരത്തിലേക്ക് ഈ അന്വേഷണത്തിന്റെ ഫലം വന്നിട്ടില്ല. ഇപ്പോ കോടതി നിരീക്ഷിച്ച് വൻ തോക്കുകൾ ഉണ്ട് എന്ന ഹൈക്കോടതി നിരീക്ഷണം പോലും, അല്ലെ? അത് പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. നമുക്കിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ അത് ബാധിക്കുന്നുണ്ടോന്നുള്ളത് നമുക്ക് ഒരാഴ്ചക്കകം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിനിടയ്ക്ക് വേറൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, പ്രധാനപ്പെട്ട കാര്യം. അതായത് BJP ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്യുമെന്നുള്ള ഒരു ഭീതിയെ തുടർന്ന്, അല്ലെങ്കിൽ മുൻവിധിയെ തുടർന്ന് കോൺഗ്രസിനകത്ത് തന്നെയുള്ള മുസ്ലിങ്ങൾ സംഘടിച്ചിട്ട് അവര് CPM വോട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം അവരുടെ മഹല്ലുകൾ വഴിയും മസ്ജിദുകൾ വഴിയും എടുത്തിട്ടുണ്ട്. ഇത് പൊതുവായിട്ടൊരു പ്രസ്താവന നടത്തി പറയുന്നതല്ല, രഹസ്യമായിട്ട് എടുത്തൊരു തീരുമാനം, അത് നടപ്പാവുന്നുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ കാര്യം വളരെ പരിതാപകരമായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം വരുന്നത് BJPയുടെ ശക്തി കുറയ്ക്കാനാണെങ്കിലും BJPക്ക് കുഴപ്പം വരില്ല. CPMഉം BJPയും 1-2 സ്ഥാനങ്ങൾ പങ്കിടുന്ന ഒരു രീതി തന്നെയായിരിക്കും ഉണ്ടാവുക. കോൺഗ്രസ് ഇത്തരത്തിലേക്കും ഇല്ലാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, ഈ കൊട്ടിക്കലാശങ്ങളിലും അതുപോലെയുള്ള റോഡ് ഷോകളിലെങ്ങും കോൺഗ്രസിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലൊന്നും ഈ പ്രാവശ്യം ആ സാന്നിധ്യം കാണാനില്ല. അവിടെ എല്ലാം സ്കോർ ചെയ്തിരിക്കുന്നത് CPMഉം BJPയും മാത്രമാണ്. അത് വലിയൊരു മാറ്റമാണ് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.